ഇനി പെരിയാറിലെ മുങ്ങിത്താഴാൻ വേണ്ടിയല്ല, പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് മത്സ്യ കർഷകർക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന് ഫിഷറീസ് വകുപ്പ് അഭിപ്രായപ്പെടുന്നു. എറണാകുളം ജില്ലാ കളക്ടർ നിയോഗിച്ച അന്വേഷണ സംഘം ഇന്ന് പ്രശ്നബാധിത മേഖലകളിൽ പരിശോധന നടത്തുന്നു. നഷ്ടം ചർച്ച ചെയ്യാൻ വരാപ്പുഴ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം ഇന്ന് നടക്കും. മത്സ്യ കർഷകർക്ക് വലിയ നഷ്ടമാണ്, വലിയ വിനാശമാണ് ഇതുകൊണ്ടുണ്ടായത്. എന്തായാലും ഈ വിഷം പെരിയാർ എന്ന് പറഞ്ഞ സുന്ദരിയായ പുഴയിലേക്ക് ഒഴുക്കി വിട്ടവരെ വെറുതെ വിടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. പെരിയാറിൻ്റെ ഈ വിഷപാനം നടത്തിയെന്നാണല്ലോ പറയുന്നത്. അടിയൊഴുക്കുകളിൽ പോലും വിഷമയമായി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. നമ്മുടെ 44 നദികളെ നമുക്ക് ഭാവിയിലേക്കും സംരക്ഷിച്ചേ പറ്റൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാവിലെ ഈ ഒരു വാർത്ത കേട്ടാണ് കൊച്ചി ഉണർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെരിയാറിൽ ആ ജലസ്രോതസ്സിലേക്ക് വസ്തുക്കൾ ഒഴുക്കിവിട്ട് ഒട്ടനവധി മീനുകൾ ചത്തുപൊങ്ങി എന്നുള്ള വാർത്തയാണ് നഗരം കേട്ടുണർന്നത്. അതൊരു വലിയ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം ആരാണ് ഇത് ചെയ്തത്, എന്ത് കാര്യത്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ മനസ്സിലാകേണ്ടതാണ്. പക്ഷേ ഒട്ടനവധി ആളുകൾ ഉപയോഗിക്കുന്ന, കുടിക്കാനും കുളിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഇതിലേക്ക് ഈ വിഷവസ്തുക്കൾ ഒഴുക്കിവിട്ട് ആരായിരുന്നാലും നടപടി കർശനമായി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഫിഷറീസ് വകുപ്പിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ മത്സ്യക്കുരുതിയിൽ കോടികളുടെ നഷ്ടമുണ്ടായി എന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. കടമക്കുടി, ചേരാനെല്ലൂർ പഞ്ചായത്തുകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി എന്ന് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 150-ലധികം മത്സ്യക്കൂടുകളിലെ മത്സ്യം പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ് അവരുടെ കണക്കിൽ ചൂണ്ടിക്കാണിക്കുന്നു. 25 ലക്ഷം രൂപയിലധികം കർഷകന് ശരാശരി നഷ്ടമുണ്ടായി എന്നും അവരുടെ കണക്കിൽ പറയുന്നുണ്ട്. വിഷജലം കൊച്ചി കോർപ്പറേഷനിലേക്കും എത്തിയെന്നും കർഷകർക്ക് അടിയന്തര സമാശ്വാസം നൽകണം എന്നും ഫിഷറീസ് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടക്കും. ജനപ്രതിനിധികളുടെ യോഗം വരാപ്പുഴ പഞ്ചായത്തിൽ നടക്കാൻ പോകുന്നു. അത് 11 മണിക്ക് അവിടെ ചേരുകയും ചെയ്യും. അതായത് ഈ പണം കൊണ്ട് ഇത്തരത്തിൽ കൂടുകൾ, ചെമ്മീൻ കെട്ടും അല്ലാതെ മത്സ്യക്കൂടുകളും ഒക്കെ ഉണ്ടാക്കി ഉപജീവനം നടത്തിയിരുന്ന ഒട്ടനവധി പേരുടെ ഉപജീവനം ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നഷ്ടമായിട്ടുണ്ട്. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. എസ് കെ എൻ. താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും പെരിയാറിലെ വിഷജലം അല്ലെങ്കിൽ വിഷമാലിന്യം ഒഴുക്കിവിട്ട ആളുകളെ കണ്ടെത്തുക തന്നെ വേണം. കമ്പനി ഏതായാലും ശിക്ഷ കടുത്തു തന്നെ വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മത്സ്യ കർഷകർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കണം. അവരുടെ ആശയും പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു ഈ മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതെല്ലാം പോയി എന്നറിയുമ്പോൾ അവരുടെ ജീവിതമേ വിനാശത്തിലേക്ക് മൂക്കുകുത്തി വീണു എന്നവർ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധമായ കോമ്പൻസേഷനും കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.